നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് 23-കാരൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാർ സ്വദേശി ഒലിയാനിക്കൽ അർജുൻ ലാലാണ് മരിച്ചത്. ആമ്പല്ലൂരിലെ അപകടക്കുഴികൾ അധികൃതർ അടച്ചു. നടപടി NCTV വാർത്തയെ തുടർന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായം അരികെ എന്ന സന്നദ്ധ സേവന പരിപാടിക്ക് തുടക്കമായി. പദ്ധതി ഒറ്റയ്ക്ക് താമസിക്കുന്ന സർവീസ് പെൻഷൻകാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാൻ ലക്ഷ്യമിട്ട് എല്ലാ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ്. KSRTC സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകം. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഒരു പവന് 680 രൂപ വർദ്ധിച്ച് 60,760 രൂപയായി. വാർത്തകൾ വിശദമായി. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് 23-കാരൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ ശാന്തിനഗർ സ്വദേശി ഒലിയാനിക്കൽ വീട്ടിൽ അർജുൻ ലാലാണ് മരിച്ചത്. കുട്ടനെല്ലൂരിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും യുവാവും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. ഇരുവരും പ്രണയത്തിൽ ആയിരുന്നുവെന്നും പറയുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം യുവാവ് യുവതിയുടെ ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ യുവാവ് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയും മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവാവ് യുവതിയുടെ വീട്ടിലെത്തി വീടിന്റെ ജനൽ ചില്ലുകൾ എരിഞ്ഞുടച്ച ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. വിവരമറിഞ്ഞ ഒല്ലൂർ പോലീസ് യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബുധനാഴ്ച പുലർച്ചെ മരിച്ചു. ആമ്പല്ലൂരിലെ അപകടക്കുഴികൾ അധികൃതർ അടച്ചു. നടപടി NCTV വാർത്തയെ തുടർന്നു. ആമ്പല്ലൂരിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്തത് ശരിയായ രീതിയിൽ മൂടാത്തത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായിരുന്നു. ആമ്പല്ലൂർ പോളി ജംഗ്ഷന് സമീപം കല്ലൂർ റോഡിലേക്ക് തിരിയുന്നിടത്താണ് അപകടക്കെണിയായി കുഴികൾ രൂപപ്പെട്ടത്. പൈപ്പ് ലൈൻ ഇട്ട ശേഷവും റോഡിന്റെ വശത്ത് പല സ്ഥലങ്ങളിലും കൃത്യമായി മൂടിയിട്ടില്ലെന്ന് മാത്രമല്ല, മൂടിയ ഭാഗങ്ങളിൽ പോലും വലിയ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയിലായിരുന്നു. കുഴി കാണാതെ വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്നും വലിയ വാഹനങ്ങൾ അടക്കം അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും രാത്രികാലങ്ങളിൽ അപകട ഭീഷണി ഏറെയാണെന്നും NCTV വാർത്തയിലൂടെ അധികൃതരുടെ മുന്നിൽ എത്തിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു നടപടി. ഒറ്റയ്ക്ക് താമസിക്കുന്ന സർവീസ് പെൻഷൻകാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ സഹായം അരികെ എന്ന സന്നദ്ധ സേവന പരിപാടിക്ക് തുടക്കമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി, സുസ്ഥിര പാലിയേറ്റീവ് കെയർ, സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്, പോലീസ്, അഗ്നിരക്ഷാ സേന, സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. KK രാമചന്ദ്രൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള കാർഡ് വിതരണവും നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതുക്കാട് അഗ്നിരക്ഷാ സേന അസിസ്റ്റന്റ് ഫയർ ഓഫീസർ ജോജി വർഗീസ്, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ ബിനി സെബാസ്റ്റ്യൻ, P തങ്കം, KV രാമകൃഷ്ണൻ, K സദാനന്ദൻ, TA വേലായുധൻ, PV ഷാരംഗൻ, K സുകുമാരൻ, PP ടെസി എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ വന്ന് വയോജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും വയോജനങ്ങളിലാണ് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഭാഗ്യലക്ഷ്മി ടീച്ചറൊക്കെ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. 1 തൊട്ട് 4 വരെ. അത് ഭാഗ്യലക്ഷ്മി ടീച്ചർക്ക് ഓർമ്മയില്ല. സ്കൂളിൽ ഒരു മുഖ്യ പ്രഭാഷണത്തെക്കാൾ വാചാലമായ ഒന്നാണ് ഈ കഴിഞ്ഞുപോയ ഏതാനും നിമിഷങ്ങൾ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആഹ്ലാദകരമായ മുഹൂർത്തത്തിൽ വലിയ വിജയാഘോഷം നേടിയതല്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ
മറ്റ് ബ്ലോക്കുകൾക്കും ജില്ലകൾക്കും മാതൃകയായി ഒരു പരിപാടിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. കേവലം സാമ്പത്തിക ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നതിനുപരിയായി സമൂഹത്തിലെ ബുദ്ധിമുട്ടുന്ന ജനവിഭാഗങ്ങളുടെ ഒപ്പം നിൽക്കുക എന്ന ദൗത്യം കൂടി നമ്മൾ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ പല വർഷങ്ങളായി ഇന്നലെ യോഗത്തിൽ തന്നെ ഇവിടെ പുതുക്കാട് യൂണിറ്റ് സമ്മേളനത്തിൽ പറഞ്ഞു, ഇന്ന് വരെ യോഗത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരാണ് അധികം പങ്കെടുത്തത്. അതുപോലെ തന്നെ കലാരംഗത്തും കായിക രംഗത്തും നമ്മുടെയുള്ള കഴിവുകളെ വികസിപ്പിക്കാത്ത രീതിയിലാണ് നമ്മുടെ ബ്ലോക്കിന്റെ പ്രവർത്തനം. സംസ്ഥാനത്തെ എല്ലാ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ്. KSRTC, സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ്. മാർച്ച് 31 മുമ്പ് ബസിന്റെ മുൻവശം, പിൻവശം, അകംഭാഗം എന്നിവ കാണുന്ന രീതിയിൽ 3 ക്യാമറകൾ സ്ഥാപിക്കണം. ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് പരിശോധിക്കാനുള്ള അലാം ക്യാമറയും ഘടിപ്പിക്കും. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ടെന്ന് കാണിക്കുന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്നും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണം. ശരീരത്തിലെ ജലനഷ്ടത്തിലൂടെ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുകയെന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം. ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ നിർമ്മല പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഷീല അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുപ്ലിയം കപ്പുച്ചിൻ ധ്യാനാശ്രമത്തിലെ സുപ്പീരിയറുമായ ഫാദർ ആന്റണി തെക്കിനിയത്ത് എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. പുതുക്കാട് സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് കോൺവെന്റ് മദർ സുപ്പീരിയറും ലോക്കൽ മാനേജറുമായ സിസ്റ്റർ നിത്യ ജോസ് സമ്മാനദാനം നടത്തി. PTA പ്രസിഡന്റ് VG ഡാനിയൽ, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വന്ദന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ന് ഇവിടെ 96ാം വാർഷിക ദിനം ആചരിക്കുകയാണ്. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അതിമനോഹരമായി സ്ക്രീനിൽ ഈ സ്കൂളിനെ സെന്റ് സേവിയേഴ്സ് സ്കൂളിനെ പറ്റി നല്ല ഭംഗിയോടുകൂടിയുള്ള പോലെ അവതരണമാണ് നമ്മൾ കണ്ടത്. ഒരിക്കലൊരു കുട്ടി പുറത്ത് കാത്ത് വെറുതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉച്ചസമയം അധ്യാപകൻ കുട്ടിയോട് ചെന്ന് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് ആ കുട്ടി അവന് ഭക്ഷണമൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് അവനങ്ങനെ പുറത്ത് വെറുതെ നിൽപ്പാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും തോടുകൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കൂളിന് അഡ്മിനിസ്ട്രേഷൻ, അധ്യാപകർ, രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുന്നു. അനേകർക്ക് വഴികാട്ടിയായി പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന സെന്റ് സേവിയേഴ്സ് UP സ്കൂളിന്റെ 96ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിന്മേൽ ദൈവം വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. ഈ 90ാം ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെതായ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ആദ്യമേ തന്നെ ഏവർക്കും നേർന്നുകൊള്ളട്ടെ. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്, നമുക്കിന്ന് സന്തോഷിച്ച് ആനന്ദിക്കാം. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മെറിറ്റ് ഡേയും രുചി 2025 ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേള P. ലോകനാഥൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K. രമാദേവി, സ്കൂൾ മാനേജർ O. സുമേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് VV നാരായണൻ, മാതൃസമിതി പ്രസിഡന്റ് രവീണ അംബരീഷ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി.
10ലേറെ സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ് ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നത്. So as a doctor, my daughter can advise little bit the students. Nowadays, we can understand one thing, that food waste or food, that is, it is a transformation from homely food to. മണിക്കൂറുകളോളം നീണ്ട മുടിയാട്ടവും കാളകളിയുമായി നൂറുകണക്കിന് ഭക്തർ കലിക്കൽ മുത്തിയുടെ തിരുനടയിൽ ഒത്തുചേർന്നു. കോടാലിക്കടുത്തുള്ള മാങ്കുറ്റിപ്പാടം ശ്രീ കലിക്കൽ മുത്തിയുടെ നടയിലാണ് നൂറുകണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഭക്തർ ദേവപ്രീതിക്കായി ചുവടുവെച്ചത്. 100 വർഷത്തിലേറെയായി മുടങ്ങാതെ നടന്നു വരുന്നതാണ് മാങ്കുറ്റിപ്പാടത്തെ കലിക്കൽ മുത്തിയുടെ മഹോത്സവം. എല്ലാ വർഷവും മകരം 15-നാണ് ഇവിടത്തെ ആഘോഷ ചടങ്ങുകൾ. തുറന്ന സ്ഥലത്തുള്ള ഇവിടത്തെ മുത്തിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വാളും ചിലമ്പും സമർപ്പിക്കലാണ് പ്രധാന വഴിപാട്. പട്ടും താലിയും ചാർത്തൽ, കള്ള് മുറുക്കാൻ സമർപ്പിക്കൽ എന്നിവയും ഇവിടുത്തെ വഴിപാടുകളാണ്. എഴുന്നള്ളിപ്പോടെയാണ് കലിക്കൽ മുത്തിയുടെ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് പന്തീരാഴി, പൊങ്കാല, മുടിയാട്ടം, കാളകളി എന്നിവയുണ്ടായി. ചെണ്ടയുടെ താളത്തിനൊത്ത് സ്ത്രീകളും പെൺകുട്ടികളും മണിക്കൂറുകളോളം മുത്തിയുടെ പ്രീതിക്കായി മുടിയഴിച്ചാടി. KK സുബ്രൻ, TS സനോജ്, IC അയ്യപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ 3.4 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. നിലമ്പൂരിൽ നിന്ന് കോട്ടയം വരെ പോകുന്ന തീവണ്ടിയിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ഷോൾഡർ ബാഗിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പ്രതികളെ കണ്ടെത്തുന്നതിനായി തീവണ്ടിയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രതികളെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് അറിയിച്ചു. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ ഭരത് ഗോപിയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. 17 വർഷമായി അദ്ദേഹം അരങ്ങൊഴിഞ്ഞിട്ട്. കഥാപാത്രമായി പരിണമിക്കുന്ന രീതി കൊണ്ട് മലയാള സിനിമയിലെ അഭിനേതാക്കളിൽ എക്കാലവും വേറിട്ട് നിൽക്കുന്ന പ്രതിഭയാണ് ഭരത് ഗോപി. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ ആൽത്തറമൂട് കൊച്ചുവീട്ടിൽ വേലായുധൻ പിള്ളയുടെയും പാർവതി അമ്മയുടെയും മകനായി 1937 നവംബർ 2-നായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് സിനിമാ രംഗത്തേക്ക് വന്നത്. 1972 സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചു. 1975 അടൂരിന്റെ തന്നെ കൊടിയേറ്റം എന്ന സിനിമയിൽ നായകനായി എത്തിയതോടെ ജീവിതം മാറി. കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 1978 ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡ് ലഭിച്ചു. 1978, 82, 83, 85 വർഷങ്ങളിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1991 പത്മശ്രീ ലഭിച്ചു. ഓർമ്മയ്ക്കായി, യവനിക, പഞ്ചവടിപ്പാലം, കൊടിയേറ്റം, മാമാട്ടിക്കുട്ടിയമ്മ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു. ഞാറ്റടി, ഉത്സവപ്പിറ്റേന്ന്, യമനം, എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അഭിനയം, അനുഭവം, നാടകനിയോഗം എന്നിങ്ങനെ 2 പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. ആഗത്, മണി കൗളിന്റെ സതഹ് സേ ഉഡ്താ ആദ്മി എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചു. 2008 ജനുവരി 24-ന് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗോപി 5 ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 29-ന് സിനിമാ ലോകത്തോട് വിട പറഞ്ഞു. വിടവാങ്ങി വർഷങ്ങൾ കഴിയുമ്പോഴും മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അഭിനയ പ്രതിഭയായി തന്നെ ഭരത് ഗോപി ഓർമ്മിക്കപ്പെടും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റിന്റെ 33ാമത് വാർഷിക സമ്മേളനം വ്യാഴാഴ്ച നടക്കും. പറപ്പൂക്കര പഞ്ചായത്ത് ഡോക്ടർ അംബേദ്കർ സ്മാരക നിലയത്തിൽ രാവിലെ 10-നാണ് സമ്മേളനം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്യും. KSSPU പറപ്പൂക്കര യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം വ്യാഴാഴ്ച സംഘടിപ്പിക്കും. രാവിലെ 9:30-ന് കോടാലി ശ്രീ ധർമ്മശാസ്ത്ര ഹാളിൽ നടക്കുന്ന യോഗം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും. SNDP കൊടകര ടൗൺ ശാഖയുടെ കുടുംബയോഗം നടത്തി. ശാഖാ പ്രസിഡന്റ് VC പ്രഭാകരൻ അധ്യക്ഷ പ്രസംഗം നടത്തി. ശിവഗിരി മഠം മാതൃസംഘടനാ അംഗം വസന്തകുമാരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി KG സതീശൻ, രാമകൃഷ്ണൻ, രാജി ചിന്മയൻ എന്നിവർ പ്രസംഗിച്ചു.
ആനന്ദപുരം കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ തണ്ടേക്കൽ ചാക്കുണ്ണി മെമ്മോറിയൽ യൂത്ത് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5-ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. NC രതീഷ് അധ്യക്ഷത വഹിക്കും. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആനന്ദപുരം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജോൺസൺ തറയിൽ വിശിഷ്ട സാന്നിധ്യമാകും. കസാഫിയുടെ വി ലീഡ് പദ്ധതിയുടെ ഭാഗമായി സോപ്പ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനവും സംരംഭകത്വ വികസന ബോധവൽക്കരണ ക്ലാസും വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കും. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം സെന്റർ ഫോർ ഓൾട്ടർനേറ്റീവ് ലേണിംഗ് ആൻഡ് ലിവിംഗിൽ രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 4 വരെയാണ് ക്ലാസ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 7356325548. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. 1 പവന് 680 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില പുതിയ റെക്കോർഡിട്ട് ഇരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണ്ണ വ്യാപാരം. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 60,760 രൂപയാണ്. ഗ്രാമിന് 85 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന് 7,595 രൂപയായി. കഴിഞ്ഞ 2 ദിവസമായി സ്വർണ്ണവില കുറഞ്ഞത് സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിരുന്നു. 360 രൂപയാണ് 2 ദിവസം കൊണ്ട് കുറഞ്ഞത്. 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ GSTയും പണിക്കൂലിയും അടക്കം 65,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,595 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,275 രൂപയുമാണ്. ഇനി ഇൻഫോട്ടോ. Omega-3 ഫാറ്റി ആസിഡുകൾ, ഫൈബർ, പ്രോട്ടീൻ, വിവിധ വിറ്റാമിനുകൾ, ധാതുക്കൾ പോലുള്ള അവശ്യ പോഷകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഫ്ലാക്സീഡ്. വെറും വയറ്റിൽ ഫ്ലാക്സീഡ് വെള്ളം കുടിക്കുന്നത് കുടലിലെ പ്രശ്നങ്ങളെ മറികടക്കാൻ ശരീരത്തെ സഹായിക്കും. ഫ്ലാക്സീഡുകളുടെ ഗുണങ്ങളെക്കുറിച്ചറിയാം. റിപ്പോർട്ട് കാണാം. നാരുകൾ, ലിഗ്നാൻസ്, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ ഫ്ലാക്സീഡുകൾ മലബന്ധമില്ലാതാക്കാൻ സഹായിക്കുന്നു. കൂടാതെ വയറിളക്കവും മലബന്ധവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. വിറ്റാമിൻ ഇ, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, ബി വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ, മറ്റു പോഷകങ്ങൾ എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ കുതിർത്ത ഫ്ലാക്സീഡ് വെള്ളം ആരോഗ്യമുള്ള മുടി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. പുതിയ മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. നല്ല കൊഴുപ്പ്, ആന്റി ഓക്സിഡന്റുകൾ, നാരുകൾ, പ്രോട്ടീൻ, ലിഗ്നൻസ്, ഫാറ്റി ആസിഡ്, ALA എന്നിവ ഉൾപ്പെടുന്നതിനാൽ ഫ്ലാക്സീഡുകൾ ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കുന്നു. കൂടാതെ മുഖക്കുരുവിന് കാരണമാകുന്ന ആൻഡ്രോജൻ ഹോർമോണുകളുടെ ഉൽപാദനം നിയന്ത്രിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയ ഫ്ലാക്സീഡുകൾ ഇൻസുലിൻ, രക്തത്തിലെ പഞ്ചസാര എന്നിവയുടെ അളവ് സന്തുലിതമാക്കി പ്രമേഹത്തെ തടയാൻ സഹായിക്കും. ഫ്ലാക്സീഡുകൾ വെള്ളത്തിൽ ചേർക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഡയറ്ററി നാരുകൾ അടങ്ങിയ ഫ്ലാക്സീഡ് വെള്ളം ക്രമമായ മലവിസർജനം, LDL കൊളസ്ട്രോൾ കുറയ്ക്കൽ എന്നിവയ്ക്ക് സഹായിക്കും. ഫ്ലാക്സീഡ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറച്ച് ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതൽ നേരം വയറു നിറഞ്ഞതായി അനുഭവപ്പെടും. ഭാരം കുറയ്ക്കാൻ കലോറി കുറയ്ക്കുന്നവർക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള പ്രവണത കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഫ്ലാക്സീഡുകളിൽ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിന്റെ ആരോഗ്യത്തിനും ശരിയായ പ്രവർത്തനത്തിനും ഇത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചെങ്ങാലൂർ ALP സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. സ്ഥിര നിയമനമാണ്. യോഗ്യത KTET, TTC അല്ലെങ്കിൽ DED. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9946265859. മോഡൽ കരിയർ സെന്ററും തലപ്പിള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും വ്യാഴാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പ്രയുക്തി ജോബ് ഫെയർ സംഘടിപ്പിക്കും. തലപ്പിള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഹാളിൽ നടക്കുന്ന ജോബ് ഫെയറിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, യൂണിറ്റ് മാനേജർ, റിലേഷൻഷിപ്പ് മാനേജർ തുടങ്ങിയ തസ്തികകളിലായി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 400ഓളം ഒഴിവുകളിലേക്ക് കൂടിക്കാഴ്ച നടത്തും. 10ാം ക്ലാസ്, +2, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 048842356660, മൊബൈൽ
9605808314. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7595 രൂപ, പവന് 60,760 രൂപ. കല്ലൂർ ആദൂർ താഴേക്കാടൻ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് നെല്ലിശ്ശേരി മാധവന്റെ ഭാര്യ തങ്കമ്മ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂരിലെ കേബിൾ TV ഓപ്പറേറ്റർ സജീവന്റെ മാതാവാണ്. മകൾ സരിത. മരുമക്കൾ ഷാജൻ, രശ്മി. മണ്ണമ്പേട്ട നെറ്റിക്കാടൻ കൊച്ചപ്പൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വത്സയാണ് ഭാര്യ. ഷാജി, ജോയ്, ജോജു എന്നിവർ മക്കളും. ജോയ്, റീജോ, ഷീന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് 23-കാരൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാർ സ്വദേശി ഒലിയാനിക്കൽ അർജുൻലാലാണ് മരിച്ചത്. ആമ്പല്ലൂരിലെ അപകടക്കുഴികൾ അധികൃതർ അടച്ചു. നടപടി NCTV വാർത്തയെ തുടർന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായം അരികെ എന്ന സന്നദ്ധ സേവന പരിപാടിക്ക് തുടക്കമായി. പദ്ധതി ഒറ്റയ്ക്ക് താമസിക്കുന്ന സർവീസ് പെൻഷൻകാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാൻ ലക്ഷ്യമിട്ട് എല്ലാ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ്. KSRTC സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകം. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഒരു പവന് 680 രൂപ വർദ്ധിച്ച് 60,760 രൂപയായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.